ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് കളിച്ച് നോക്കാൻ പോകുന്ന ഒരു പുതിയൊരു ഗെയിമാണ്. ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലുണ്ടാവും. നാളെ തൊട്ട് നമ്മുടെ ഫേസ് ക്യാമറ വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിച്ചടിച്ച് ലൈക്ക് ബട്ടൺ അടിച്ചടിച്ച് ലൈക്ക് സബ്സ്ക്രൈബിൻ്റെ ബട്ടനൊക്കെ പൊട്ടിക്കും. നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് മാറ്റാം. അങ്ങനെ ഇപ്പം നമുക്കൊരു ടൊപ്പി വെക്കാം, അപ്പോൾ ഒരു കണ്ണടയും വെക്കാം. ഓക്കെ, ഇപ്പോഴാണ് നല്ല ലുക്ക്. അവിടെ നിന്നിട്ടാ ഇയാളെ കാണുമ്പോൾ നമ്മളെ മറ്റേ GTA 5 ഫ്രാങ്ക്ലിനെ പോലെ ഇത് അങ്ങനെ തോന്നിയവർ കമൻറ്റ് ചെയ്യുക യെസ് എന്ന്. ഓക്കെ, നമ്മുടെ വണ്ടി കണ്ടാ എൻ്റെ മോനെ ഇത്തിരി സൗണ്ട് കുറച്ചൊക്കെ ഉണ്ട്, കൊടുക്കൊരു സൗണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടുത്തെ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സ് മാറ്റാനൊക്കെ അറിയാം. ഇത് പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നണം കണ്ടിട്ട്. യെസ്, പോലീസ് സ്റ്റേഷൻ. നമ്മുടെ വീട്ടിൽ നിന്നാണ്. എന്തെന്നാണ് ഇത്? എയർപോർട്ട്. ഇതേ ഒരു വലിയ പ്ലെയിനൊക്കെ കിടക്കണം. അതിനുള്ളിൽ കയറാൻ പറ്റുമോ? ലാസ്റ്റ് വന്ന് നോക്കാം. ഇത് കുറേ ബിൽഡിങ്സ് ആണ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല. അത് നടക്കും പട്ടി, അതിന് പോയി സ്റ്റെപ്പ് കേവാലേ രക്ഷോട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ഈ വേൾഡ് ഫുള്ളൊരു ട്രിപ്പിനാണ് പോകാൻ പോണത്. ഓക്കെ, അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഇതെല്ലാവരും പറയണ ഇയാളുടെ ഈ ക്യാരക്ടറിൻ്റെ പഴയ വീടാണെന്നാണ്. ഓക്കെ, ഇനി കുറേ സ്ഥലങ്ങളുണ്ട് ഇല്ലേ. എൻ്റെ മോനെ എന്ത് സ്ഥലമാണ്? പോയി നോക്കിയിട്ട് വരാം. ഞാൻ ഈ ബിൽഡിംഗ് ഒന്നും ഈ ഗെയിംസിൽ കണ്ടിട്ടില്ല അധികമായിട്ട്. എനിക്ക് കിടിലം ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ട് ഈ ഗെയിമിൽ. ട്രെയിനിൽ കയറാൻ പറ്റും. നമുക്കിനി ബാക്കി സ്ഥലത്തോട്ടൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്ത് പോവാം. അത് നോക്കട്ടെ കയറാൻ പറ്റും. കയറാൻ പറ്റില്ല. കയറി. ഓ എൻ്റെ മോനെ, നമുക്ക് ട്രെയിനിലൊക്കെ കയറാൻ പറ്റും. നമുക്ക് ട്രെയിൻ ഓടിക്കാം. ഓക്കെ, നമുക്കൊരു എല്ലാ ട്രെയിനും പോണ പോലെ ഹോൺ അടിച്ചിട്ട് പോകും. എൻ്റെ മോൻ, വാവ്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആളുണ്ടാവും. ഒരു പെട്രോൾ പമ്പല്ലേ അത്. ഇങ്ങനെയുള്ള സ്ഥലവും കാണാം, അത് വേറെ കാര്യം. അതൊരു പെട്രോൾ പമ്പാണ്. ഓക്കെ, നമുക്കൊരു സ്റ്റേഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്തി കൊടുക്കാം. ഇവിടെ നിർത്തിയിട്ട് ട്രെയിൻ നമുക്ക് തന്നെ വിടാം. നമുക്കിവിടെ ഇറങ്ങണം. ഇപ്പം തന്നെ ഒരു സ്ഥലവും ഒരു മെയിൻ റോഡിൻ്റെ നടുക്കൂടിയൊക്കെ പോകും. എൻ്റെ മോനെ വെപ്പൺസ്. നമുക്കിവിടെ ഇറങ്ങിയാലോ ഗൈസ്? അതെ, അവിടെ ഇറങ്ങാം. ഈ മെയിൻ റോഡിൽ ഇറങ്ങാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ചടിക്കോ. നിർത്തും. ട്രെയിൻ നിൽക്ക്. നമുക്ക് ട്രെയിനിനെ തന്നെ ഓടിച്ചു.
എൻജിൻ. ഓക്കെ, ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുക. ഓക്കെ, പോയിക്കോ. ഓക്കെ, അപ്പം നമുക്കൊരു വണ്ടി എടുക്കാം. 700. എൻ്റെ മോനെ ലംബോർഗിനി. നമുക്കിതിൻ്റെ പെയിൻ്റൊക്കെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഗോൾഡൻ ലംബോർഗിനിയായി. നമുക്ക് ഈ ട്രെയിനിനെ വെട്ടിക്കാൻ പറ്റുമോ നോക്കിയാലോ? ലംബോർഗിനിയും വെച്ച് ട്രെയിനൊക്കെ വെട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെമോ, ലംബോർഗിനിക്ക് ട്രെയിനേക്കാളും സ്പീഡുണ്ട്. ഓ, ഇപ്പോൾ ഒട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മോനെ ലംബോർഗിനി ട്രെയിനിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കണം. മോൻ, ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ലംബോർഗിനി കൊണ്ട് നിർത്താം. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. നമുക്കൊന്നും പറ്റരുത്. എൻ്റെ പൊന്നോ, നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇവിടെ പൊട്ട വണ്ടിയായി പോയി. ഓക്കെ, നമുക്ക് ഈ പച്ച കളർ ലംബോർഗിനി തന്നെ ഓടിച്ചു നോക്കാം. നമുക്ക് ഇനി ട്രെയിൻ ഓടിക്കാൻ പറ്റുമോ നോക്കാം. ട്രെയിൻ എന്തായാലും ഒരുമാതിരി ദൂരത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, നമ്മുടെ വണ്ടി നോക്കി. ഈ വണ്ടിക്ക് നമ്മളെ ട്രെയിനിനെ വെട്ടിക്കാൻ പറ്റുന്നു. ട്രെയിൻ നല്ല കിടില സ്പീഡിൽ തന്നെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ജന്തമോ, ട്രെയിൻ മറിഞ്ഞു വേണോ? ഓക്കെ, നമുക്ക് 7000 നോക്കാം. ഒരു ബൈക്കാണ് നമുക്ക് കിട്ടിയിരിക്കണം. ഈ ബൈക്കിൽ നമ്മുടെ ട്രെയിനിനെ വെട്ടിക്കാൻ പറ്റും നോക്കാം. നമ്മുടെ കാറ്. എൻ്റെ മോനെ ബൈക്കിനെ ഫുള്ള് പവർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമാണ്. ബൈക്കിനെ ട്രെയിനെ ഓട്ടിക്കാൻ പറ്റുമോ? ബൈക്ക് വേഴ്സസ് ട്രെയിൻ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. എൻ്റെ പോലെ നമ്മൾ ട്രെയിനിൻ്റെ അടുത്തെത്തി, തൊട്ടടുത്തെത്തി. പോട്ടെ, പോ. യാഹൂ, ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചോ. ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചോ. നമ്മ ഫുൾ സ്പീഡിലുണ്ട് പോണ. കട്ടക്കോണ നമ്മ. എൻ്റെ മോനെ, നമ്മ തിരിച്ച് റെയിൽവേ എത്തി. നമ്മ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയില്ലേ? ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. അല്ല, നമ്മ നേരത്തെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ വഴിയാണ്. എൻ്റെ മോനെ, ബൈക്ക് ഇപ്പോൾ ഓട്ടിക്കും ഗൈസ്. എൻ്റെ മോനെ, ബൈക്ക് ഒരു ട്രെയിൻ ഓട്ടിച്ച്. ഓ, ജസ്റ്റ് മിസ്സട്ടാ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ കൊണ്ടുപോയി. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. എന്തെങ്കിലും ബൈക്ക് ട്രെയിനെ ഓട്ടി കഴിച്ചിട്ട് കഷ്ടപ്പെട്ടോ ബൈക്ക്.
ട്രെയിനിനേക്കാൾ സ്പീഡൊക്കെ ഉണ്ട് ഇവിടെ ഈ ഗെയിമിലെ ബൈക്കിന്. നമ്മൾ ഫുൾ ആക്സിലേറ്ററിലാണ് വേണം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ മോനെ ഓക്കെ, ഇനി നമുക്ക് ട്രെയിനിൽ അങ്ങോട്ട് ഇത്തിരി പോയിട്ട് പോവാം. ആ ട്രെയിൻ അങ്ങോട്ട് പോയിട്ടൊക്കെ ഓക്കെ. ഫുൾ ആക്സിലേറ്റർ ഔട്ടിക്കോ. യാഹൂ, ഫുൾ സ്പീഡിലാണ് പോകണം. ഫുൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്പീഡ്. ഇനി സൂചി പൊട്ടിപ്പോകുന്നവരെ എനിക്ക് അറിഞ്ഞൂടാ. സ്പീഡ് ഓടിയിട്ട് കിടിജാന്ന് പറഞ്ഞാൽ കിടിജാം. അതിന് മാത്രം സ്പീഡിലാണ് ഇത് പോണ. എൻ്റെ മോനെ നമ്മ വേറെ തന്നെ സിറ്റിയിലൊക്കെ എത്തി. നോക്കി നമ്മ ഇല്ല കൂടി പോയ അവിടെ എത്തും. നോക്കിയിട്ട് അടുത്ത സ്റ്റേഷനാണ്. ട്രെയിനെ ബ്രേക്ക് വിട് സ്റ്റേഷൻ എത്തി. ട്രെയിനെ ബ്രേക്ക് പിടിപ്പിക്കണം നമ്മൾക്ക് എങ്ങനെയെങ്കിലും. സ്റ്റേഷനിൽ നിർത്തിയില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, ട്രെയിൻ സ്റ്റേഷനിൽ നിർത്താത്ത കൊണ്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടതാണ്. നമുക്കിനി ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോയി ഒരു സ്കിഡൊക്കെ അടിക്കാം. എങ്ങനെയാണ് ട്രെയിന്? നമുക്ക് ഈ ട്രെയിനിനെ രണ്ടാക്കി പിരിക്കാം. എൻ്റെ മോനെ, നമുക്ക് ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ കുറേ സ്റ്റിക്കി ബോംബ് വെച്ചിട്ട് നമുക്ക് ഈ ട്രെയിൻ പൊട്ടിക്കാൻ നോക്കാം. സ്റ്റിക്കി ബോംബാണ് നമ്മുടെ ഇരിക്കണം. ഇവൻ എന്ത് പേരിടുന്ന നമുക്ക് ഫ്രാങ്കിൾ എന്ന് വിളിക്കാം. ഓക്കെ, നമ്മുടെ ഫ്രാങ്കിളിന് ഇപ്പം താഴ്ത്തി വീണു. എൻ്റെ പൊന്ന്, അങ്ങോട്ട് പോ. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ സ്റ്റിക്കി ബോംബ് വെക്കണം. സ്റ്റിക്കി ബോംബ് വേണ്ട, സ്റ്റിക്കി ബോംബ് ഇട്. സ്റ്റിക്കി ബോംബ് അങ്ങോട്ടും ഇങ്ങോട്ടും ടപ്പോ. ചടക്കമട്ടക്കസലി ഉദ്ദേശം എനിക്ക് ഇദ്ദേഹത്തിട്ടുള്ള പിന്നെ ട്രെയിൻ പൊട്ടിത്തെറിക്കും മിക്കവാറും. എത്ര വലിയ ട്രെയിനായാലും സ്റ്റിക്കി ബോംബിന് മുമ്പിൽ ഒന്നുമല്ല. ഇത്ര സ്റ്റിക്കി ബോംബൊക്കെ ഉള്ള അതിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ ഒട്ടിച്ചു തരും. ഈ ട്രെയിൻ മിക്കവാറും പാളും. ഓക്കെ, സ്റ്റിക്കി വെക്ക് സ്റ്റിക്കാവാടാ. ഓക്കെ, ഇത്രയൊക്കെ മതി. ഇത് പാട്ട ട്രെയിൻ പൊട്ടിത്തെറിക്കാനല്ലേ, ഇത്രയൊക്കെ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ചീറ്റ് കോട്ട് അറിയാമെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. ട്രെയിനിൻ്റെ കള തീർന്നു ഗൈസ്. എൻ്റെ മോനെ കറക്റ്റ് അവിടെ ഹൈ പോ അങ്ങോട്ട് പോ. എല്ലായിടത്തോട്ടും പോ. ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടാ പോകണം, ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ട്. ഓക്കെ, നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ട്രെയിനിൻ്റെ പൊക്കത്ത് വരുന്ന ആക്ടിവേറ്റ് ചെയ്യാം ഗൈസ്. പൊക്കത്തോ നമുക്കൊരു പൊക്കത്ത് ഹെലികോപ്റ്ററിൻ്റെ സീറ്റ് കോട്ട് എനിക്കറിയാം. അതും വെച്ച് പോവാം. അതുകൊണ്ട് ജെറ്റ് പാക്ക് എടുക്കാം. 320 ആണ് നമ്മുടെ ജെറ്റ് പാക്കിൻ്റെ നമ്പർ. ഇതേപോലെ നിങ്ങൾക്ക് വല്ല സീറ്റ് കോട്ട് അറിയാമെങ്കിൽ കമൻറ്റ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യാം. ഹൈ
ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകാനാണ് ഇതിനെ പറ്റുന്നില്ലല്ലോ. എത്തിയില്ല എത്തിയില്ലല്ലോ. ഞാനെന്ത് ഈ പൂട്ടത്തരമൊക്കെ കാണിക്കുന്ന എത്തി ഞാൻ ട്രെയിനിൻ്റെ മണ്ടയിൽ താഴത്തോട്ട് വീണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ട്രെയിൻ ഇട്ടിട്ട് മുകളിലോട്ട് കയറി. അല്ല, ഒരു കാറിട്ടോട്ട് നമുക്ക് മുകളിലോട്ട് കയറിപ്പോ. കാറ് ഇതാണ് ടേസൻ കാർ. ടേസൻ എന്നാണ് കാറിൻ്റെ പേര്. അല്ലെങ്കിൽ ടെസ്റ്റിലാണോ? ടെസ്റ്റിലായിരിക്കും. ഓക്കെ, നമുക്കിനി മോളോട് ചടിക്കറാം. എന്താണ് ദുബായ് എക്സ്പ്രസ്സിലോട്ട് കയറാൻ പറ്റാത്ത? ദുബായ് എക്സ്പ്രസ്സിലോട്ട് കയറും. എൻ്റെ പൊന്നെ, ഇവിടുന്ന് ഞാൻ എങ്ങനെ പോകും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പക്കത്തോട്ട് ഒരു കാറും കൂടില്ല. 700 ഇങ്ങോട്ട് വിടല്ലേ? ഇപ്പൊ ഓക്കെ. ഇനി ഇവിടെ ഒരു കാറില്ല. അയ്യോ എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഫ്രാങ്ക്ലിൻ്റെ ബെന്നി, ഞാൻ ഇതിനകത്ത് കുടുങ്ങി, രക്ഷിക്കണേ. എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റണില്ല. ഒരു വഴിയാണ്. ബ്രേക്ക്. ഡെഡായി കഴിഞ്ഞാൽ ഈ വീഡിയോ എൻ്റെ ആണ്. കാർ പൊട്ടിയേ? ട്രെയിൻ പൊട്ടിയാ? ഫ്രാങ്കിൻ്റെ പിന്നെ അതിനെ വിട്ടു പോകുന്നില്ല. കുഴപ്പമില്ല ഇതിപ്പം. അയ്യോ, ഇത് തിരിച്ചു വലിച്ചെടുക്കണം. അങ്ങോട്ട് ഗായ്സ്, ഈ ബെന്നിയായി ഇവിടെ കൂട്ടുങ്ങി. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ. ഇത് എടുക്കാൻ പറ്റുന്നില്ല.